ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു 7:30 ആ ഒരു സമയമായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അത്യാവശ്യമായിട്ട്, അതുകൊണ്ട് വന്നാണ്. കാര്യം ഞാൻ പോകെ പോകെ പറയാം കേട്ടോ. അതിനാ പോകെ പോകെ പറഞ്ഞോളാം. ഇന്നൊന്ന് പോയേ. ഇതാണ് എൻ്റെ അനിയൻ. പല വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇവരിപ്പോൾ ഒരു ടിക്കറ്റ് നോക്കാം. ജിമ്മ് കാണിച്ചെടുത്തേ. ഓക്കെ, നീ പോ. പിന്നെ ഞാൻ കുറച്ച് സംസാരിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം പങ്കെടുക്കാൻ വന്നാണ്. അത് ഞാൻ പോകെ പറയാം. ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുഞ്ഞൊന്ന് പോവോ. അപ്പോൾ വീട്ടിൽ കുറേ പരിപാടികളുണ്ട്. ഇവിടെ ഒരു സംഭവം നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറേ പണികളുണ്ട്. ഈ കിടക്കുന്ന കർട്ടൻ, ആ ചക്കര ആ കർട്ടൻ ഉരിയില്ലേ, ഈ കിടക്കുന്ന ഇതുപോലെ എല്ലാ റൂമുകളിലും എല്ലാ ജനലുകളിലും എല്ലാം കർട്ടൻ ഉണ്ട്. അതൊക്കെ എടുത്ത് നമുക്ക് അലക്കാനൊക്കെ ഇടണം. അതൊന്നും ഊര്, അവിടെ കയറി കസര എവിടെ നിന്ന് മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരും. ഹലോ ഗൈസ്, ഞാനിപ്പോൾ അവിടെ നിന്ന് മാറി നിന്നോട്ടോ. ഞാനിപ്പോൾ ബാക്കിലത്തെ അടുക്കളയിലാണ്. ഈ കൊച്ചടുക്കള എന്നൊക്കെ പറയില്ല നമ്മൾ, വിറകടുപ്പൊക്കെ ഉള്ള ആ അടുക്കളയുടെ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. നമുക്ക് വീട്ടിലൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ആണ് ഞാൻ വീട്ടിൽ വന്നത്. അപ്പോൾ ഒരുപാട് പണികളുണ്ട്. ഇന്നലെ ഞാൻ വന്നപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് തുടങ്ങി പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഇന്ന് ഈവനിങ് നമ്മൾ വാഴ ബുക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വാഴൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് 6:45 ഷോയ്ക്ക്. അപ്പോൾ അതിന് പോകണം. അപ്പം ഞാനും കസിൻസും ഒക്കെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ 6:45 അപ്പോൾ എല്ലാ പരിപാടികളും കുറച്ച് ഒതുക്കി, എല്ലാ പണികളും ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഷോയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടികൾ. ഇനി പോകെ പോകെ നമുക്കിങ്ങനെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വൈകാണ്ട് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ല വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ മോട്ടർ ക്ഷമിക്കുക, ഞാൻ വീട്ടിലായതുകൊണ്ട് എനിക്ക് പല ശബ്ദങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ മോട്ടർ നിറഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അത് ഞാൻ അനിയത്തി വെച്ചെടുക്കുക. പിന്നെ അനിയത്തി ഇവിടെ അലക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവണേക്ക് മുമ്പ് നമ്മളുടെ വെൽക്കം എന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് തിങ്സ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലയാണ് കേട്ടോ. ഹോസ്റ്റലിൽ നമ്മൾ കഴിക്കാത്തൊരു സാധനമാണ് പുട്ട്. വീട്ടിലായിരുന്നപ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് പുട്ട്. കാരണം അമ്മ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ ഈ പുട്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ പുട്ട്. എൻ്റെ ദൈവം, എന്താണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പുട്ട് കഴിക്കാം കേട്ടോ. പുട്ടും കടലയാണ്. എനിക്ക് വെറുത്തിരിക്കുന്ന ഒരു എന്താണ്, ഞാൻ പുട്ടിനെ കുറിച്ചുള്ള വല്ല എസ് എഴുതുവാണോ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതിയെ പണികളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ അയച്ച് കെട്ടിയിട്ടില്ല കേട്ടോ, അതിൻ്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു. കായ വറുത്തൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ആര് കൊടുത്താണാവോ. ദൂനപ്പാ വന്നേ, ബാ എന്നാ എനിക്ക് ബാ 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 ബാ. എന്നെ കണ്ടിട്ട് വന്നല്ല, ഒരു പൂച്ച കണ്ടോ, പൂച്ചനെ കണ്ടിട്ട് വന്നോ. എന്താണ് എൻ്റെ ചുണ്ടിരുമണി ഡോണിനെ ഇടക്ക് പൂച്ചപ്പണക്കം കൊണ്ട് കേട്ടോ, പിണങ്ങിയൊക്കെ കിടക്കും. ഒന്നില്ലെങ്കിൽ അയച്ചു കേട്ടാത്തേരിക്കാം. ഞാൻ നിങ്ങൾക്കൊരു ചെടി കാണിച്ചു തരാം. ഈ ചെടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എന്നാലും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇത് ഞാൻ നട്ടതാണ്, കടലാസ് പൂ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിറച്ച് കടലാസ് പൂ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ വെക്കേഷനില്ലേ, നമ്മുടെ വലിയ വെക്കേഷൻ 2 മാസത്തെ ആ വെക്കേഷന് വന്നപ്പോൾ ഞാൻ നട്ടതാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും വലുതായി. അത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. അവർക്ക് ഈ മുളകിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുളക്, അങ്ങനെയുള്ള കാന്താരി മുളക്, വെള്ളമുളക്, പച്ചമുളക്, എല്ലാ മുളകിനോടും ഇഷ്ടമാണ്. ഇപ്പോൾ വെള്ളക്കാന്താരി ആണ് നട്ട് വെച്ചിരിക്കുന്നത്. എന്നോട് എപ്പോഴും പറയായിരുന്നു വെള്ളക്കാന്താരി ഉണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഞങ്ങളവിടെ താമസിക്കുന്ന റൂമില്ലേ, കോളേജിൻ്റെ അവിടെ താമസിക്കുന്ന റൂമിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ നിറച്ച് മുളകാണ്, അതായത് തിങ്ങി നിൽക്കുകയാണ്. ഈ നാവൽപ്പഴം ഇതുവരെയും പൂത്തിട്ടില്ല, കായ്ക്കിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉണ്ടായി തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് നവംബറൊക്കെ ആവും ഇതൊന്ന് ഉണ്ടായി തുടങ്ങുമ്പോൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നവംബർ ടൈമിലൊക്കെ വന്നപ്പോഴാണ് ഇതിൽ നിറച്ചിങ്ങനെ നാവൽപ്പഴം ഉണ്ടായി നിന്നേട്ടോ. നല്ല രസമാണ് കഴിക്കാനായിട്ട്. പക്ഷേ കുഞ്ഞിക്കുരു ഇല്ലേ, അതിൻ്റെയൊക്കെ അത്രയേ ഉള്ളൂ നാവൽപ്പഴം, വലിയ നാവൽപ്പഴമല്ല.
ഞങ്ങളുടെ വാടിപ്പോയ ചെടിയാണ് കേട്ടോ. ഞാൻ നട്ടതാണ്, ഇവിടെയും നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ആ കിടക്കുന്നുണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കണ്ടോ, ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇതുപോലെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വാടിപ്പോയിട്ട് അനിയൻ ഇതിൽ വെള്ളമൊഴിച്ച് ശരിയാക്കി എടുത്തു. അതിന് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല, അത് വാടി തന്നെ പോയി. ഞാനതെന്താണ് ചെടികളുടെ പരസ്യമോ കാണിക്കുന്നത്? പാവണ്ടോണ് അഴിച്ചു കേട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിടക്കുന്നത്. ചുറ്റിനുമണി ഇന്ത്യൻ ഇങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ വേണ്ടി 2 വീഡിയോ എടുക്കുന്നുണ്ട്. നീ മര്യാദക്ക് നിൽക്ക്. സത്യം. ഇത് എൻ്റെ അനിയൻ, ഇതെൻ്റെ അനിയത്തി. ഞാൻ ഈവനിങ് അമ്മുച്ചേച്ചിയും കണ്ണനൊക്കെ വരും കേട്ടോ. അമ്മുച്ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങൾ, അതായത് എൻ്റെ ആൻറ്റിയുടെ മക്കളാണ് അമ്മുച്ചേച്ചിയും കണ്ണനും. അവർ വരുമ്പോൾ അവരെയും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക്, നമ്മുടെ ഫാമിലിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവൻ മസിൽ ഉരുട്ടിക്കറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് ആവുന്നില്ല. എന്നാൽ എന്തൊക്കെയോ ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പുറത്ത് 2 തകലിയില്ലേ, തകലയാണോ ഉരുളിയാണോ എന്തോ ഒരു വലിയൊരു വട്ട പോലത്തെ ഒരു പാത്രം. ആ പാത്രത്തിൽ നിറച്ച് കർട്ടൻ ഇങ്ങനെ ഊരി മീൻസ് സോപ്പൊടിയിലൊക്കെ മുക്കി വെച്ചേക്കാണ്. അതൊക്കെ ചെന്നൊന്ന് ഊരി സെറ്റാക്കി മുകളിൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് വിരിക്കണം. അതിനാണ് അമ്മ എനിക്ക് തന്നേക്കുന്ന ജോലി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തീർക്കട്ടെ. എത്ര പണി ചെയ്തിട്ടുണ്ടെങ്കിലും കാണാത്ത അമ്മമാരുണ്ടോ? എന്നിട്ട് നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഫോണിൽ കുത്തി കളിക്കുകയാണെന്ന് പറയുന്ന അമ്മമാരും അച്ഛന്മാരുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ ഉദാഹരണം. എത്ര പണി ചെയ്തിട്ട് എൻ്റെ പൊന്നടി തേങ്ങ ചിരണ്ടി താടി ഫോണിൽ പറയണം, ഞാൻ യൂട്യൂബിലിടണം, എല്ലാവരും കാണിട്ടില്ലേ. ഇവള് ചക്കര ഉണ്ടാവില്ല കേട്ടോ നാളത്തെ പരിപാടിക്ക്. ഇവൾക്ക് എന്തോ നേച്ചർ ക്യാമ്പ് എന്തുകൊണ്ട് ഇവള് പഠിക്കുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ചക്കര ഉണ്ടാവില്ല. ഇനി എനിക്കൊരു പരിപാടിയുണ്ട്, ഇവിടെ ഉള്ള പിള്ളേരുടെ അടുത്ത് പോകണം. പിള്ളേരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നന്ദന, പൊന്നു, ശ്രീകുട്ടി ഇവരെയൊക്കെ ഒന്ന് പോയി കാണണം. എന്നിട്ട് നാളെ വരാൻ പറയണം. അങ്ങനൊരു ഉത്തരവാദിത്വം കൂടി എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എപ്പോഴാ പോണം? ഞാനിപ്പോൾ പോവാ, ഞാൻ നാളെ ഉച്ച കഴിഞ്ഞിട്ട് പോകും. അവരുടെ അടുത്ത് പോകണം. നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് പോകും. എനിക്ക് 2-ാം തീയതി മുതൽ ഇൻറ്റേർണൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പേടിക്കൊന്നുമില്ല, ഇന്റേണൽ എക്സാം ആണ്, എന്നാലും പഠിക്കും. യെസ്, എന്നുവെച്ചാൽ ഇന്റേണല് എക്സാം, പിന്നെ അറ്റൻഡൻസ്, അസൈൻമെന്റ്, അങ്ങനെ എന്തിനൊക്കെയോ കൂട്ടിയാണ് 20 മാർക്ക് തരുന്നത്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് എടുക്കാൻ മറന്നു കേട്ടോ. ആകെയുള്ളൊരു സ്റ്റാൻഡായിരുന്നു അത് എടുക്കാൻ മറന്നതുകൊണ്ട് കഷ്ടപ്പാടാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ അവിടെ ഇവിടെയൊക്കെ വെക്കാനായിട്ട്. എനിക്ക് എൻ്റെ കയ്യിൽ ആ സ്റ്റാൻഡ് ഉള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നാറില്ല, വീഡിയോ എടുക്കണമെന്ന് തോന്നുമ്പോൾ സ്റ്റാൻഡും ഉണ്ടാവാറില്ല. നമുക്ക് ഇപ്പോഴേ തന്നെ പോയി വിളിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഇപ്പോൾ വിളിച്ചാൽ ചക്കര ഉണ്ടാവും. ചക്കര ഒരു 11:45 അപ്പോഴൊക്കെ എന്താണ് ഇവിടെ നിന്ന് ഇറങ്ങണത്. അവൾ നാളെ വൈകുന്നേരം അവൾ വരുവോളൂ വന്നിട്ട്. അപ്പം നമുക്ക് ഇപ്പോൾ പോയി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും പോയി വിളിക്കാം. അല്ലേ, വേറൊന്നുമില്ല, വീട്ടിൽ ചെല്ലുന്നു, അവരുടെ ഐഡി നാളെ വന്നോട്ടാ എന്ന് പറയുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെയുള്ള കമ്പനിക്കാരോട് രാവിലെ തന്നെ വന്നെന്നൊക്കെ ഒന്ന് പറയാനായിട്ട് പോകാൻ കേട്ടോ, അത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം നിങ്ങൾക്കറിയോ? പൂച്ചക്കായ് എന്ന് പറയും ഇതിനാ. ഇത് കണ്ടോ, പൂച്ചക്കായ്. ഇത് കഴിക്കാൻ പറ്റും, പക്ഷേ ഈ പച്ചയല്ല കേട്ടോ, ഇതെന്തോ ബ്രൗൺ കളർ ആവണമെന്ന് തോന്നുന്നത്. ഞാനൊക്കെ എവിടെ നിന്നാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇത് കഴിച്ചിട്ടുള്ളത്. ചക്കര എനിക്ക് ഓർമ്മയില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. ഒരു ഭയങ്കര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും ഒരു സാധനമാണ് പൂച്ചക്കായ്. ഇതോ കാണാൻ മഞ്ഞക്കൊടി വെച്ചേക്കുന്ന വീട് കണ്ടോ, അതാണ് എൻ്റെ വീട്. ആ മഞ്ഞക്കൊടി എന്തുകൊണ്ടാണ് വെച്ചേക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയുള്ള യാതൊരു വിശ്വാസങ്ങളും ഇല്ല. എൻ്റെ വീട്ടുകാരുടെ വിശ്വാസത്തിന് പുറത്ത് വെച്ചേക്കുന്ന ഒരു മഞ്ഞക്കൊടി, ചതയാഘോഷത്തിൻ്റെ പരിപാടിയായിട്ട് വെച്ചേക്കുന്ന പരിപാടി. നാളെ ഉണ്ടല്ലോ മറ്റേതല്ലേ, രാവിലെ ഫുഡ് കഴിക്കാൻ വന്നേ. നാളെ വെള്ളയപ്പം കുറുമക്കും. ഡോൺ കിടക്കുന്നൊരു പോസ്റ്റിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഡോൺ ഇങ്ങനെയൊക്കെ കിടക്കുന്നേ? ഹലോ ഡോണേ. ഡോൺ എന്തോ ഭയങ്കര വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഭയങ്കര പിണക്കത്തിലാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതിന് നമുക്ക് ഫുഡ് കഴിച്ച് റെഡി ആവാൻ കുളിക്കാനൊക്കെ നോക്കാം. എനിക്ക് ചെവിടുന്നല്ല, വേദന എടുക്കുന്നുണ്ട്. എൻ്റെ മുന്നേ എന്താണെന്ന് അറിയില്ല, എന്താണ് അമ്മ ഇങ്ങനെ നിരാശ പോലെ നിൽക്കുന്നത്. നമുക്ക് സാമ്പാർ തികയോ അവിയൽ തികയോ എന്നുള്ള ടെൻഷനൊക്കെയാണ്. ഞാനൊരു സൂത്രം കേട്ടോ, നമ്മുടെ സാമ്പാർ നിങ്ങൾക്ക് ഇത് മല്ലിച്ചപ്പല്ലേ ഇട്ട് വെച്ചേക്കണേ? മല്ലിച്ചപ്പാണ് ഇട്ട് വെച്ചേക്കണേ? മല്ലിയില. നമ്മളുടെ അവിടെയൊക്കെ മല്ലിച്ചപ്പ് എന്ന് പറയും. അവിടെ ഹോസ്റ്റലിൽ മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ പറയുന്നു. ഇത് ഇളക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കഷ്ണങ്ങൾ കാണാൻ പറ്റും. ഇതാണ് സാമ്പാർ. നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞു, ഒതുങ്ങി, എല്ലാം സെറ്റായി. നമുക്ക് വേഗം കുളിച്ച് ഭക്ഷണം കഴിച്ച് ഒക്കെ ചെയ്യാം. ഞാനെന്തോ
എന്തോ പോലെ ഉണ്ട് എൻ്റെ ഫേസ്. മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ പോയിട്ടേ ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ TV വെച്ചിട്ടുണ്ട്. ഞാൻ റൂമിലോട്ട് പോയിട്ട് പറയാം. അപ്പം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പണികളൊക്കെ തീർന്നു, മീൻസ് ഒതുങ്ങി. തീർന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ ഇടക്കിടക്ക്. പക്ഷെ എല്ലാ പണികളൊക്കെ ഒതുങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കാം. ചോറുണ്ട്, അച്ചിങ്ങയുണ്ട്, സാമ്പാറുണ്ട്. അതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം. അത് കഴിച്ച് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നമുക്ക് ഒരു 6:45 ഷോ. ഇപ്പോൾ 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മണി ആകുമ്പോഴേക്കും നമുക്ക് ഒരുങ്ങാം. 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ അടുത്ത് തന്നെയാണ് അയ്യമ്പള്ളിയിലാണ് നമ്മൾ കാണുന്ന തിയേറ്റർ കേട്ടോ. കെ സിനിമാസ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല, കൂടിപ്പോയൊരു 20 മിനിറ്റ്. പക്ഷേ നമ്മൾ നേരത്തെ എത്തണമല്ലോ എല്ലാ സ്ഥലത്തും. 5 മിനിറ്റ് പോലും വൈകരുതല്ലോ സിനിമ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഒരു 6:30 ആകുമ്പോഴേക്കും എത്തണമെന്ന് വിചാരിക്കണം. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് മൂവിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മേക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. എടുത്തോ പിടിച്ചോണൊക്കെയാണ് ഓടി റെഡിയായി പോയത്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലീനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് എൻ്റെ കസിൻസിനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ഫാമിലിയിലെ മക്കൾ എന്ന് പറയുന്നത്. അതായത് അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ 2 മക്കളാണ്. അത് കണ്ണനും അമ്മു ചേച്ചി, നവീനും നന്ദനയും. ഒരാളും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഉള്ള ആൻറ്റിയുടെ ഒരു മോനുണ്ട്, ആകാശ്. അവനിപ്പോൾ സ്ഥലത്തില്ല, അവനൊരു സ്ഥലം വരെയും പോയേക്കാണ്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് നേരെ അയ്യമ്പള്ളിയിലെത്തി. ഇതാണ് കെ സിനിമാസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മിക്ക സിനിമകളും ഇവിടെയാണ് കാണാൻ വരാറ്. ഈ സിനിമാ തിയേറ്റർ വന്നേക്ക് മുമ്പ് നമ്മുടെ മെജസ്റ്റിക്കിലാണ് പോയിരുന്നു കേട്ടോ, നാറക്കൽ. പക്ഷേ അതിനേക്കാളും അടിപൊളിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് സൗണ്ട് എഫക്റ്റൊക്കെ വെച്ച് രണ്ടും കൊള്ളാം കേട്ടോ. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഗൂഗിൾ പേയിൽ വേണ്ടത്ര പൈസ എൻ്റെ ഉണ്ടായിരുന്നില്ല, അമ്മൂച്ചേട്ടനിലും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. സിനിമ അടിപൊളി സിനിമയാണ് കേട്ടോ. ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഇത് പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ സിനിമയ്ക്ക് കയറിയപ്പോൾ വിചാരിച്ചതാണ് ഇത് കഴിയുമ്പോൾ ഒരു വീഡിയോ എടുക്കണം. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നു ഗൈസ്. ആ ടിക്കറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പോലും എന്നെ അമ്മൂച്ചേച്ചി ഓർമ്മിപ്പിച്ചാണ് ഞാൻ ഓർത്തത്. എന്തൊരവസ്ഥയാണല്ലേ. എന്തായാലും സിനിമയൊക്കെ കണ്ടു. നല്ല അടിപൊളി സിനിമയായിരുന്നു. 9 മണിയായി സിനിമ കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ബസ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ പോയത്. ഞങ്ങളൊരു 9:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗോസിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ഉറങ്ങി. ആൻറ്റിമാരൊക്കെ കടയിൽ പോയേക്കാം കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വരുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവും. അതായത് അവർ ഫുഡൊക്കെ കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു 12:30 ആവും. പക്ഷെ നമുക്ക് നാളെ 4 മണിക്ക് എണീക്കണം എന്നാണ് അമ്മ പറഞ്ഞേക്കണത്. അതെന്തായാലും നടക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നാളെ കാണാം ഇതിൻ്റെ ബാക്കിയായിട്ട്. ഗുഡ് നൈറ്റ്.